ഇത് ഞങ്ങൾ കാപ്പാട് ബീച്ചിൽ പോയതാണ്. കോഴിക്കോട് ബീച്ചിന് പകരം ഞങ്ങൾ എന്താക്കി, സാധാരണ കോഴിക്കോട് ബീച്ചിലാണ് ഞങ്ങൾ പോവാറ്. ഇത് ഞങ്ങൾ കാപ്പാട് ബീച്ചിൽ പോയി. ആ തീരുമാനം വളരെ എന്താ പറയുക, അത്ര അടിപൊളിയായിരുന്നു എന്ന് പറയുക. എന്താ വെച്ചാൽ കോഴിക്കോട് ബീച്ച് തിരക്ക്, പിന്നെ എന്താ പറയുക, ഇത്ര ഭംഗി എനിക്ക് തോന്നുന്നില്ല കോഴിക്കോട് ബീച്ചിന്. ഇത് കണ്ടിട്ടോ ഇവിടെ ഞങ്ങൾ വല്ലപ്പോഴൊക്കെ വരലുള്ളൂ. പക്ഷേ നിറച്ച് കൊക്കുകൾ. അത് മാത്രമല്ല, കൊക്കിൻ്റെ ആ കളറുണ്ടല്ലോ, ആ കളറ് മണൽ. അത് വീഡിയോയിൽ എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഭയങ്കര വെള്ള മണൽ എന്നൊക്കെ നമ്മൾ കഥയിലൊക്കെ വായിച്ച് കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ ഇത് ഞങ്ങൾ നേരിട്ട് കണ്ടു. നല്ല വെള്ള മണൽ, എന്തൊരു വൃത്തിയാണ്! നല്ല വൃത്തിയുണ്ട്. ഞങ്ങൾ വന്നപ്പോൾ പാവം കുറേ കൊക്കുകൾ അവിടെ എന്തൊക്കെയോ ചിക്കിച്ചേന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. എല്ലാം പറന്നുപോയി. പിന്നെ ചെറിയ മോന് കടൽ കണ്ടപ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. അവനങ്ങനെ രാത്രി, ഞങ്ങളധികം കാലിക്കറ്റ് ബീച്ചിൽ പോകൽ രാത്രിയാണ്. ഞങ്ങളൊരു രാത്രി സഞ്ചാരികളാണെന്ന് പറയാം. അത് വെള്ളത്തിലിറങ്ങാൻ അങ്ങനെയൊന്നുമില്ല, വെറുതെ ഒരു വൈബിന് വേണ്ടി ഞങ്ങൾ പോകുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ പകൽ ഇങ്ങനെ കണ്ടപ്പം ആൾ ഭയങ്കര ഹാപ്പിയായി. താഴെ ഇങ്ങനെ ഞങ്ങളുടെ അടുത്തുനിന്ന് താഴെ ഊർന്നിറങ്ങി ഇങ്ങാഞ്ഞ് മൂപ്പര് പോയി. അത് വലിയ തിരയില്ലായിരുന്നു, ചെറിയ തിര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. അതുകൊണ്ട് സേഫ് ആയിരുന്നു, വലിയ പേടിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. പോയ ആൾ അപ്പം തന്നെ അവിടെ നേരത്തെ ഒരൊറ്റ ഇരിക്കലായിരുന്നു. പിന്നെ ആൾ മറ്റേ ട്രൗസറൊക്കെ ഊരി പമ്പേഴ്സിലായിരുന്നു നിന്നത്. അതാണ് കാണുന്നത്. ആൾക്ക് വരാനേ തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് കളിച്ചു. അപ്പുറം വേറെ ഉണ്ട് കുറച്ച് പാർക്കായിട്ട് മക്കൾക്ക് കളിക്കാനൊക്കെ പറ്റുന്ന സ്ഥലം വേറെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവിടെ പോകാമെന്ന്. നല്ല ഭംഗിയുണ്ട്. എത്രത്തോളം വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ട് എന്ന് മനസ്സിലാവുന്നില്ല. ആ ഭംഗിയൊക്കെ, ആ സൂര്യൻ്റെ ഭംഗിയൊക്കെ, അതിങ്ങനെ സൺസെറ്റ് ആവാനായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഭംഗി, നല്ല ഭംഗി ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു ചെറിയൊരു പുലിമുട്ട്, വലിയൊരു പുലിമുട്ടൊന്നുമല്ല, ചെറിയൊരു പുലിമുട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അതിൽ നടന്നു. മൂത്ത മോനും പിന്നെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ മോളൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ കുറേ എന്തൊക്കെയോ അവിടെ നിന്ന് പറക്കുന്നുണ്ടായിരുന്നു. ഈ എന്തൊക്കെയോ ഷെല്ലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പെറുക്കിങ്ങാഞ്ഞാണ് അവർ നടക്കുന്നത്. ഞങ്ങൾ അങ്ങനെ നടന്നു അതിൻ്റെ അറ്റത്തേക്ക്. അപ്പോൾ ആ ദൂരെ ഒരു ചെറിയൊരു ബോട്ട് എന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയ ഫൈബർ വെള്ളം പോലെ അതിലേ പോകുന്നുണ്ടായിരുന്നു. അത് കുറേ എണ്ണം അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നുണ്ടായിരുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ട്. സാധാരണ ഈ സമയത്ത് മീൻ പിടിക്കാൻ കുറേ ആൾക്കാരുണ്ടാവലുണ്ട്. ഇന്ന് ഞങ്ങൾ പോയി ആ പുലിമുട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്താണ് 2 ചേട്ടന്മാർ അവിടെ മീൻ പിടിക്കാൻ വന്നത്. അതാ അവിടെ ഒരാൾ ഞണ്ടിനെ നോക്കുകയാണ്. അവിടെ ഇരുന്ന് നോക്കുന്നുണ്ട്. കാണുമ്പോൾ തോന്നും വെള്ളത്തിൻ്റെ അടുത്തേ കാണുന്നു, പക്ഷേ അല്ല, നല്ല സേഫായിട്ടുള്ള സ്ഥലത്ത് തന്നെ ഇരിക്കുന്നത്. അങ്ങനെ ഞങ്ങളിങ്ങനെ കുറേ നേരം അങ്ങനെ ഇരുന്നു. പക്ഷേ പിന്നെ ചെറുതിന് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് കളിക്കുക. അപ്പോൾ പിന്നെ അവിടെ ഇരിക്കുന്നത് അത്ര സേഫ് അല്ല എന്ന് തോന്നിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. പിന്നെ അപ്പുറമുള്ള ഒരു പാർക്കുണ്ട്. കുറച്ചും കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു പാർക്കുണ്ട്. നല്ല വെൽ മെയിൻ്റനൻസ് ആണ് അവിടെ. എന്താ പറയുക, ഒരു വൃത്തികേടോ ഒന്നും ആൾക്കാരും ആക്കുന്നില്ല. അതിന് നല്ല ജീവനക്കാരും എല്ലാം ഉണ്ട്. അവിടെ ഞങ്ങൾ പോയി കുറേ നേരം ഇരുന്നു. നല്ല അടിപൊളിയായിരുന്നു എന്തായാലും.